ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും CBSE സിലബസ് ആണെങ്കിലും പഠിക്കുന്ന കൊച്ചുങ്ങൾ ഭൂരിഭാഗം കൊച്ചുങ്ങളും ഇതൊക്കെ ടെക്സ്റ്റിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഇതൊക്കെ ടെക്സ്റ്റിലുണ്ടെന്ന് അറിയുന്നത് ഈ നീറ്റിൻ്റെ കോച്ചിങ്ങിന് ചെല്ലുമ്പോഴാണ്. അപ്പോൾ അവരിൽ നിന്ന് മറ്റേ കൊച്ചുങ്ങൾ എങ്ങനെ വ്യത്യസ്തരാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ടെക്സ്റ്റിൻ്റെ A to Z കാര്യങ്ങൾ അതും ബേസ് സ്ട്രോങ് ആക്കിയാണ് പഠിക്കുന്നത് തന്നെ. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ബാച്ചിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ച കൊച്ചുങ്ങളുണ്ടാവും. നിങ്ങൾക്ക് 400 മാർക്ക് കിട്ടുമ്പോൾ അവർക്ക് 600 650 മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡീമോട്ടിവേറ്റഡ് ആവും. റിപ്പീറ്റഡ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് അവരുടെ ഒരു 7 ഇലത്തെത്താത്തപ്പോൾ നമ്മൾ വീണ്ടും ഡീമോട്ടിവേറ്റഡ് ആവും. പിന്നെ പേരൻസ് എന്ന് പറയുന്നത് അവർ നോക്കുമ്പോൾ എന്താ നിങ്ങൾ 10th-ലും ഫ്ലെക്സിൽ കയറി ഇരിപ്പുണ്ട് ഫുൾ A+ ആയിട്ട്, 11th-ലും ഫ്ലെക്സിൽ കയറി ഇരിപ്പുണ്ട് ഫുൾ A+ ആയിട്ട്, 12th-ലും ഫുൾ A+ ആയിട്ട് ഫ്ലെക്സിൽ കയറി ഇരിപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എന്ത് പറ്റി അവിടെ ചെന്ന് ഉഴപ്പുന്നതാണെന്ന് വിചാരിക്കുന്ന പേരൻസ് വരെ ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ അല്ല, വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുക്ക് എപ്പോഴും കൊച്ചുങ്ങൾ ചോദിക്കുന്നതാണ്, ചേച്ചി റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? എൻ്റെ ഒരു നീറ്റ് സ്കോർ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു 400 അല്ലെങ്കിൽ 500 റേഞ്ചിലാണ്. എനിക്ക് നീറ്റിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് അതൊരു 650+ എത്തിക്കാൻ പറ്റത്തില്ലേ? പിന്നെ ഇപ്പോൾ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചേച്ചി ഒന്നാമത്തെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ഒട്ടും പറ്റുന്നില്ല. ക്ലാസ്സിൽ മാർക്ക് സ്കോർ ചെയ്യുന്നവരൊക്കെ റെസിഡൻഷ്യൽ ബാച്ചിലുള്ള കൊച്ചുങ്ങളാണ്, അല്ലെങ്കിൽ ലോങ് ടേം ചെയ്തിട്ടുള്ളവരാണ്. ഞാൻ ആദ്യമായിട്ടാണ് നീറ്റ് കോച്ചിങ്ങിന് തന്നെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഈ ഒരു സമയം കൊണ്ട്, ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചാണ് കൊച്ചുങ്ങളൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. എന്തുകൊണ്ട് റിപ്പീറ്റേഴ്സിന് നീറ്റ് ഇത്രയും ടഫ് ആവും? എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, അതായത് റിപ്പീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് മാത്രം നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം പ്രസക്തിയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ ഒരു ക്വസ്റ്റ്യന് പ്രസക്തി വരാനായിട്ട് ഒത്തിരി കാരണങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം മൈനറായിട്ടുള്ള കുറച്ച് റീസൺസ് ഒക്കെ പറയാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ടോപ്പ് 3 കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ട് നമുക്ക് നീറ്റിനെ കാണാൻ പറ്റും. ഫസ്റ്റ് UPSC ആണ്, സെക്കൻഡ് JEE ആണ്, തേർഡ് ഇപ്പോൾ നീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്പോൾ മൈനറായിട്ടുള്ള 2-3 റീസൺസ് പറയാം. പണ്ടൊക്കെ ആണെങ്കിൽ ആകെ ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന ബ്രില്യൻ്റ് ആണല്ലോ, അവിടെ എന്ന് പറയുന്നത് 90% ആൻഡ് എബോവ് മാർക്കുള്ള കൊച്ചുങ്ങൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 90% ആൻഡ് ബിലോ ഉള്ള കൊച്ചുങ്ങൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അഡ്മിഷൻ കിട്ടാതെ അവർ വെളിയിൽ നിൽക്കും. അപ്പോൾ അവർ സാധാ കുറേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ജോയിൻ ചെയ്ത് മാക്സിമം എഫേർട്ട് ഇട്ട് കുറച്ച് പേര് പഠിക്കും. ബാക്കിയുള്ളവരെന്താ വേറെ ഇപ്പം ഏതെങ്കിലും ആർട്സ് കോളേജിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് എടുത്ത് പോവും. ഇപ്പോൾ ഈ ഓൺലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഈ ഓൺലൈൻ കോച്ചിങ് തുടങ്ങിയതിന് ശേഷം ഈ കട്ട് ഓഫ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. അതായത് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് +2-നും +1-ലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടൂ എന്നൊരു കാര്യമില്ല. ഏത് മാർക്കുള്ളവർക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ വന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 11th-ലും 12th-ലും അത്യാവശ്യം നല്ല കാലിബർ ഉണ്ടായിട്ടും അവരുടേതായിട്ടുള്ള റീസൺസ് കൊണ്ട് ഉഴപ്പിപ്പോയ കൊച്ചുങ്ങളുണ്ടല്ലോ, അതായത് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ ഹ്യൂമിലിയേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന കൊച്ചുങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ഈ ഓൺലൈൻ കോച്ചിങ്ങിൽ പഠിച്ച് കയറി വരാൻ തുടങ്ങി. അപ്പം ആ ഒരു ലെവലിലും കൂടെ കോമ്പറ്റീഷൻ കൂടി. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി ഓട്ടോമാറ്റിക്കലി വെളിയിൽ പോകുന്നതെന്ന് പറയുന്നത് ഈ ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെല്ലാം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഫീസായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാറ്റഗറി ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ കഴിവുണ്ടായിട്ടും അവർക്ക് ആ ഒരു ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വേറെ കോഴ്സ് എടുത്ത് പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കൊച്ചുങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഓൺലൈനിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അത്യാവശ്യം അഫോർഡബിൾ ആണ്. അപ്പോൾ ഈ കൊച്ചുങ്ങൾ ഓൺലൈനിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു 2 കാറ്റഗറി, അതായത് ഓട്ടോമാറ്റിക്കലി ഒഴിവായിക്കൊണ്ടിരുന്ന ആ ഒരു 2 കാറ്റഗറിയും കൂടെ ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലേക്ക് വന്നു. അതെന്ന് പറയുന്ന ഒരു മൈനർ റീസണാണ്. ഇനി ആ ഒരു മേജർ റീസൺ ഞാൻ പറയാം, എന്തുകൊണ്ട് നീറ്റ് ഇത്രയും കോമ്പറ്റീഷൻ വരുന്നു, എന്തുകൊണ്ട് റിപ്പീറ്റേഴ്സിന് ഇത് കിട്ടുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിൻ്റെ കോച്ചിങ് എത്രാം ക്ലാസ് മുതലാണ് തുടങ്ങുന്നത്? 5th-ലും 6th-ലും മുതലാണ് ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ 5th 6th മുതൽ കോച്ചിങ് തുടങ്ങിയ കൊച്ചുങ്ങൾ ഇതുവരെയും നിങ്ങളുടെ കൂടെ എത്തിയിട്ടില്ല. ഈ കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം അവരും കൂടെ നമ്മളുടെ ഈ ഒരു ലിസ്റ്റിലേക്ക് എൻട്രി ചെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3-4 കൊല്ലമേ ആയിട്ടുള്ളൂ, 3-4 ഒരു 5-6 കൊല്ലമേ ആയിട്ടുള്ളൂ ഈ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു കൊച്ചുങ്ങൾ നമ്മളുടെ സ്റ്റേജിലേക്ക് വരുന്നതേ ഉള്ളൂ. അതായത് അവർ 11th-ലും 12th-ലും ജോയിൻ ചെയ്യുന്ന സമയം ആവുന്നതേ ഉള്ളൂ. അവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീഷൻ ഏത് ലെവലിൽ പോകുമെന്ന് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. അപ്പോൾ ഈ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഒക്കെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 8th 9th 10th ഈ ഒരു രീതിയിലൊക്കെ ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്ത് വരുന്ന കൊച്ചുങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഈ ഒരു പ്രായത്തിലൊക്കെ അവരിപ്പം 11th-ലെയും 12th-ലെയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം മനസ്സിലാവും, അവർക്ക് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പാഴ്വാക്കായിട്ട് പറയാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവർ ഈ 11th-ലെയും 12th-ലെയും ആ ഒരു ബേർഡൻ സ്പ്ലിറ്റ് ചെയ്ത്, അതായത് ആ ഒരു ബേസ് അവരുടേതായിട്ടുള്ളൊരു ബേസ് സ്ട്രോങ് ആക്കി അവർ കയറി
വരികയാണ്. നമ്മൾ ചുമ്മാതെ ഈ കൊച്ചു പ്രായത്തിൽ അവരിതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവും അങ്ങനെയൊക്കെ ചുമ്മാ പറയാമെന്നുള്ളതേ ഉള്ളടാ. ഇപ്പോഴത്തെ കൊച്ചുങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിയുള്ള കൊച്ചുങ്ങളാണ്. അവരിപ്പം ചെറിയ ഏജിൽ തന്നെ ഇതെല്ലാം ക്യാച്ചപ്പ് ചെയ്യുന്ന കൊച്ചുങ്ങളാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ലെവൽ ഓഫ് കോച്ചിങ്ങും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എക്സാമിൻ്റെ കോമ്പറ്റീഷൻ വേറെ ലെവലിലേക്ക് തന്നെ പോകും കേട്ടോ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് തന്നെ ബേസ് സ്ട്രോങ് ആക്കി വരുന്നു. പിന്നെ ഇൻ്റഗ്രേഷൻ, അതായത് 11ൻ്റെയും 12ൻ്റെയും കൂടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നീറ്റ് കോച്ചിങ് ചെയ്യുന്ന കൊച്ചുങ്ങളുണ്ട്. ഇപ്പം നിങ്ങളിപ്പം റിപ്പീറ്ററായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1ഉം 2ഉം കൂടെ ചേർത്ത് ചിലപ്പോൾ മൊത്തം 10 മണിക്കൂറിൽ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ക്ലാസ് ആയിരിക്കും. അവർക്കെന്ന് പറയുന്നത് 25-30 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ സ്കൂളിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. അതിനകത്തിലൊക്കെ ചില ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിലും പൊട്ടൻഷ്യലാണെങ്കിലും ഒക്കെ ചില ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഉണ്ട്. ആ ഒരു ഏരിയാസും ആ ഒരു പർട്ടിക്കുലർ ഡെറിവേഷനും ഒക്കെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഏരിയയിൽ നിന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുറേ ഏരിയാസ് സ്മോൾ ഏരിയാസ് സ്കിപ്പ് ചെയ്യും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ ഉണ്ടെന്ന് നമ്മൾ അറിയുന്ന എപ്പോഴാണ്? അതായത് നമ്മൾ ഈ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. അവർ നമ്മുടെ 11ലും 12ലും നിങ്ങൾക്ക് ഒരു A+ കിട്ടാൻ പറ്റുന്ന രീതിയിൽ അവർ പഠിപ്പിക്കത്തുള്ളൂ. അതാണ് മൊത്തത്തിലുള്ളൊരു ട്രെൻഡ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുമ്പോഴായിരിക്കും ഇതൊക്കെ ടെക്സ്റ്റിലുണ്ടെന്ന് തന്നെ അറിയുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും CBSE സിലബസ് ആണെങ്കിലും പഠിക്കുന്ന ഭൂരിഭാഗം കൊച്ചുങ്ങളും ഇതൊക്കെ ടെക്സ്റ്റിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഇതൊക്കെ ടെക്സ്റ്റിലുണ്ടെന്ന് അറിയുന്നത് ഈ നീറ്റിൻ്റെ കോച്ചിങ്ങിന് ചെല്ലുമ്പോഴാണ്. അപ്പോൾ അവരിൽ നിന്ന് മറ്റേ കൊച്ചുങ്ങൾ എങ്ങനെ വ്യത്യസ്തരാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ടെക്സ്റ്റിൻ്റെ A to Z കാര്യങ്ങൾ അതും ബേസ് സ്ട്രോങ് ആക്കിയാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ 2 കൊല്ലം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് 9-10 മാസം കൊണ്ട് അവർ വിത്ത് എക്സാംസ് നിങ്ങളുടെ തലയിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ സ്കൂളിലെ പോലെ തന്നെ ചിലപ്പം ചില ടീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം ബോർഡിൽ എഴുതി തന്ന് പഠിപ്പിക്കും. അപ്പോൾ ഈ ഇക്വേഷൻസ് മാത്രം വെച്ച് നമ്മൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒന്നും നമുക്ക് കിട്ടത്തില്ല. കാരണം അതിൻ്റെ ഡെറിവേഷനും അതിൻ്റെ ആ ഒരു ബേസ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു കാരണം കൊണ്ടും കൂടെയാണ് ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ബാക്കിലേക്ക് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാച്ചിൽ തന്നെ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ബാച്ചിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ച കൊച്ചുങ്ങളുണ്ടാവും. നിങ്ങൾക്ക് 400 മാർക്ക് കിട്ടുമ്പോൾ അവർക്ക് 600 650 മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡീമോട്ടിവേറ്റഡ് ആവും. റിപ്പീറ്റഡ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് അവരുടെ ഒരു 7 അയിലത്തെത്താത്തപ്പോൾ നമ്മൾ വീണ്ടും ഡീമോട്ടിവേറ്റഡ് ആവും. പിന്നെ പേരൻസ് എന്ന് പറയുന്നത് അവർ നോക്കുമ്പോൾ നിങ്ങൾ 10ലും ഫ്ലെക്സിൽ കയറി ഇരിപ്പുണ്ട് ഫുൾ A+ ആയിട്ട്, 11ലും ഫ്ലെക്സ് കയറി ഇരിപ്പുണ്ട് ഫുൾ A+ ആയിട്ട്, 12ലും ഫുൾ A+ ആയിട്ട് ഫ്ലെക്സ് കയറി ഇരിപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എന്ത് പറ്റി? അവിടെ ചെന്ന് ഉഴപ്പുന്നതാണെന്ന് വിചാരിക്കുന്ന പേരൻസ് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ഡിപ്രഷനിലേക്കും അങ്ങനെ അതിൻ്റെ എക്സ്ട്രീം സ്റ്റേജിലേക്കൊക്കെ പോകും. പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം കൊച്ചുങ്ങൾക്ക് എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലാവുന്നത് ഏകദേശം ഒരു 3-4 മാസം നീറ്റിന് ബാക്കിയുള്ളപ്പോഴാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എത്തിപ്പിടിക്കൂടാ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് റിപ്പീറ്റേഴ്സ് ഇങ്ങനെ മാറി പോകുന്നത്. ഇപ്പം നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഏത് ടീച്ചേഴ്സ് പഠിപ്പിച്ചാലും നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് സ്ട്രോങ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ വേറെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്ത വേറെ ക്ലാസ്സിലെ കൊച്ചുങ്ങളോ നിങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ ഉണ്ടാവും, അവരുടെ നോട്ട് മേടിച്ച് റെഫർ ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പം എന്തായാലും ലേണിംഗ് ആപ്പൊക്കെ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ ബ്രില്ലിൽ പഠിക്കുന്ന കൊച്ചുങ്ങളാണെങ്കിൽ ലേണിംഗ് ആപ്പ് ഉള്ളതാണ്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആക്സസ് ഉണ്ട്. നല്ല ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് നോക്കി നിങ്ങൾ കണ്ടുപഠിക്കുക. നമ്മളായിട്ട് സമയം കണ്ടെത്തുക. ജസ്റ്റ് ഇപ്പോൾ ഇക്വേഷൻസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സിനകത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലടാ. മിനിമം അതിൻ്റെ ഡെറിവേഷനും ഒക്കെ അറിയണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലീനിയർ ചാർജ് ഒരു ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്പിയർ ഒരു ഇക്വേഷൻ, ഷീറ്റ് വേറെ ഇക്വേഷൻ, ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ പല ഇക്വേഷൻസ് ഇങ്ങനെ കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മറന്നു പോകും. രണ്ടാമത്തെ കാര്യം ഇതിനകത്തിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്ന് എങ്ങനെ ഈ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്ത് വന്നു അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്യണം കേട്ടോ. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടിട്ട് വാ. കാരണം ഫിസിക്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതായിട്ടുള്ള രീതിയിൽ ബേസ് സ്ട്രോങ് ആക്കുക. ഇപ്പം ഞാൻ ഇൻ്റഗ്രേറ്റഡ് പഠിച്ചില്ല, ഞാൻ റിപ്പീറ്റർ അല്ല, ഞാൻ റിപ്പീറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്, ഇതൊന്നും നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ളൊരു റീസൺ അല്ല. ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കൊച്ചുങ്ങൾക്കും കിട്ടിയിട്ടുണ്ടടാ. ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരാളാണ് കേട്ടോ. 11th, 10th, 11th, 12th ഒക്കെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരാളാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് അബദ്ധങ്ങളൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് എനിക്ക് മാറേണ്ടി വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് അത്യാവശ്യം ഉഴപ്പി പോയിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഞാൻ എടുത്തൊരു റോങ് ഡിസിഷൻ എന്ന് പറയുന്നത് ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. മാത്രമല്ല ഞാനൊരു കോഴ്സിനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. BSc കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു കോഴ്സിനൊപ്പമാണ് ഞാൻ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തത്. ഈ നീറ്റ് എക്സാമിൻ്റെ ഡേറ്റിനിടയ്ക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ വന്ന ക്ലാഷ് ആയിട്ട് അങ്ങനെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ടാണ് സെൽഫ് ഫിനാൻസിങ് MBBSലേക്ക് മാറേണ്ടി വന്നത്.
അതായത് ഗവൺമെൻറ് സീറ്റ് പോയത്. അപ്പം അങ്ങനെ നമുക്കങ്ങനെ അതൊന്നും ഒരു ഇതല്ല, നമ്മൾക്കിപ്പം പിന്നോട്ട് മാറാനായിട്ട്, അതായത് നമ്മളെ മാറ്റി നിർത്താനായിട്ടുള്ളൊരു സംഭവമേ അല്ല. നമ്മളുടെ ആ ഒരു ഫ്ലോസ് ഒക്കെ മനസ്സിലാക്കി നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എഫേർട്സ് ഇടുക. പിന്നെ ഇവരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും ഒരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 11ലും 12ലും അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവിടെ. നമ്മൾ 11ലും 12ലും പഫ്സും തിന്ന് ജ്യൂസും കുടിച്ചൊക്കെ എൻജോയ് ചെയ്ത സമയത്ത് അപ്പോൾ അവരവരുടെ ബോർഡ് എക്സാമിൻ്റെ കൂടെ ഈ നീറ്റ് പ്രിപ്പയർ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇൻ കേസ് ചിലപ്പോൾ അവരുടെ ആ ഒരു സമയത്തെ പ്രഷറൊക്കെ കൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു 12th കഴിഞ്ഞപ്പോൾ എഴുതിയപ്പോൾ നീറ്റ് കിട്ടാത്തത്. അവരൊക്കെ റിപ്പീറ്റിന് വരുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത വരവായിരിക്കും, നല്ല രീതിയിൽ സ്ട്രോങ്ങും ആയിരിക്കും അവർ. അപ്പോൾ അവർ അത്രയും കഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർക്കിപ്പോൾ ഇത് ഇത്രയും ഈസി ആവുന്നത്. നമ്മൾ അന്ന് ഇത്തിരി ഇങ്ങനെ കൂളായിട്ട് നടന്നുകൊണ്ടാണ് നമുക്കിത് ഇത്തിരി ടഫ് ആവുന്നത്. അപ്പോൾ നമ്മളുടെ ഫ്ലോസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളുടേതായിട്ടുള്ളൊരു രീതിയിലുള്ള എഫേർട്സ് ഇടുക. അല്ലാതെ റിപ്പീറ്റേഴ്സിന് മാത്രം, ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിച്ചവർക്ക് മാത്രം കിട്ടത്തുള്ളൂ അങ്ങനെയല്ല. റിപ്പീറ്റേഴ്സിനും കിട്ടും, പക്ഷെ നമ്മൾ അവരെക്കാട്ടിലും കൂടുതൽ എഫേർട്ട് ഇടണം. ഒരു വർഷം നമ്മൾ ഇടേണ്ട എഫേർട്ട് അവരെക്കാട്ടിലും കൂടുതലായിരിക്കും. പിന്നെ മാക്സിമം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിഗ്രറ്റ് വരാതെ പഠിക്കുക. അതായത് ഞാൻ ഉഴപ്പി പോയതുകൊണ്ടാണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്, നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണെന്നുള്ളൊരു റിഗ്രറ്റ് ഫീലിംഗ് മാത്രം ഉണ്ടാക്കാതിരിക്കുക. ബാക്കിയെല്ലാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നീറ്റ് 2026 എഴുതുന്ന കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ബ്രില്യൻറ്റിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീക്ക്ലി ക്വസ്റ്റ്യൻസും സൈലത്തിലെ ക്വസ്റ്റ്യൻസും എനിക്ക് ഏതൊക്കെ സോഴ്സിലൂടെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നോ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നീറ്റ് എക്സാം റിലേറ്റഡ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.